ഇടതുമുന്നണിയുടെ കരാർ പ്രകാരം CPIയും CPMും ചേർന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള നിലയിൽ ഭരിക്കുന്ന ഈ പഞ്ചായത്ത് ഭരണസമിതി അവരുടെ സംഘടനയുടെ ധാരണ പ്രകാരം ആദ്യത്തെ 3 വർഷം CPMന്റെ പ്രസിഡന്റും അതിനുശേഷമുള്ള 2 വർഷക്കാലം CPIയുടെ പ്രസിഡന്റുമാണ്. ഇവിടുത്തെ സംബന്ധിച്ച് ഈ കുപ്രസിദ്ധമായ ഈ പഞ്ചായത്ത് ഭരണസമിതിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, സ്വാഭാവികമായും ഈ 4 വർഷക്കാലം മാത്രം ഉണ്ടായിട്ടുള്ള ഭരണപരമായ പ്രതിസന്ധി ഒരുപക്ഷെ കൈകാര്യസ്ഥതയും അഴിമതിയും ഒന്നും മാത്രമല്ല. ചാത്തന്നൂരിന്റെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഈ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം ഭൂരിഭാഗ കാലഘട്ടത്തിലും നടത്തിയിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ആ കാലങ്ങളിലെല്ലാം അഴിമതിയും സ്വജനപക്ഷപാതവും നടത്തുന്ന കാര്യത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാർ മത്സരിച്ച് നടത്തുന്ന നിരവധി സാഹചര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ അവസാന കാലഘട്ടത്തെ ഈ 4 വർഷം, ഈ അവസാന ടൈമിലെ ഭരണം എന്ന് പറയുമ്പോൾ ഒരു സർവ്വസീമകളും ലംഘിച്ചുകൊണ്ട് അധികാരത്തിന്റെ തണലിൽ ഇരുന്നുകൊണ്ട് രണ്ടാം പിണറായി സർക്കാരിന് ജനങ്ങൾ കൊടുത്ത അവസരം അവരുടെ ഒരു അഹങ്കാരമായി കണ്ടുകൊണ്ട്, ഒരു അഹംഭാവമായി കണ്ടുകൊണ്ട് സംസ്ഥാനം മുതൽ ഇങ്ങ് നിയമസഭ മുതൽ ഇങ്ങോട്ട് ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് അടക്കം ഏറ്റവും താഴെത്തട്ടിൽ വരുന്ന സമയത്ത് ഗ്രാമപഞ്ചായത്ത് അടക്കം അട്ടിമുടി അഴിമതിയിൽ മുങ്ങിയൊരു ഭരണം. ഇവിടുത്തെ ഈ ഭരണസമിതിയെ സംബന്ധിച്ച് നമുക്കറിയാം, ആദ്യത്തെ 4 വർഷം 3 വർഷക്കാലം CPMന്റെ പഞ്ചായത്ത് പ്രസിഡന്റാണ്. ആ പ്രസിഡന്റ് നടത്തിയിട്ടുള്ള കുപ്രസിദ്ധമായ അഴിമതികൾ നിരവധി ഉണ്ട്. അതിനെതിരെ നിരവധി പോരാട്ടങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ നടത്തിയിട്ടുണ്ട്. വിവരാവകാശ രേഖ അടക്കം നമ്മൾ ചോദിച്ചത്. ആ രേഖയുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് BJP ഇവിടെ സംസാരിക്കുന്നത്. അതിനുശേഷം വന്ന പുതിയ പ്രസിഡന്റ് 1 വർഷക്കാലം പിന്നിടാൻ പോകുന്നു. 2 പേരെ സംബന്ധിച്ചും അഴിമതിയുടെ കാര്യത്തിൽ ഒന്നാമൻ ഞാനാണ്. ഒരാൾക്ക് 3 വർഷം കിട്ടി, ഒരാൾക്ക് 1 വർഷം കിട്ടി. പക്ഷേ പരസ്പരം മത്സര ബുദ്ധിയോടുകൂടി ഏറ്റവും കൂടുതൽ കാശ് അടിച്ചു മാറ്റുന്നത് ഞാനാണ് എന്ന ഭാവത്തിൽ മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, ചാത്തന്നൂരിന്റെ ഒരു സമഗ്രമായ വികസനം എന്ന് പറയുന്നത് ഇവിടുത്തെ ജനങ്ങൾ ദീർഘകാലമായി നിങ്ങൾക്ക് ഭരിക്കുവാനുള്ള അവസരം തന്ന സമയത്ത് സ്വാഭാവികമായും സാധാരണക്കാരായ ജനങ്ങളുടെ ജനജീവിതത്തിന് മുന്നോട്ട് പോകാൻ, അവരുടെ അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾക്ക് ഉതകുന്ന പദ്ധതികൾ നടപ്പിലാക്കാൻ, പൊതുവായി ചാത്തന്നൂർ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ നിയോജക മണ്ഡലത്തിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള നമ്മുടെ നിയോജക മണ്ഡലത്തിന്റെ തലസ്ഥാനമാണ് ചാത്തന്നൂർ ടൗൺ. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് നിരവധി തവണകളായി നിങ്ങൾ ഈ ഗ്രാമപഞ്ചായത്ത് മാത്രമല്ല നിങ്ങൾ ഭരിക്കുന്നത്. ഈ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം ബ്ലോക്ക് പഞ്ചായത്ത് നിങ്ങൾ ഭരിക്കുന്നു, ജില്ലാ പഞ്ചായത്ത് നിങ്ങൾ ഭരിക്കുന്നു. ഈ നിയമസഭാ മണ്ഡലത്തെ കഴിഞ്ഞ 3 ടേമുകളായി